നോർത്ത് പറവൂർ സമൂഹം ഹൈസ്കൂളിൽ പ്രവേശനോത്സവം 2024 വിവിധ പരിപാടികളോടെ ആഘോഷമാക്കി. പുതിയ കുട്ടികളെ വാദ്യമേളങ്ങളോടെ മാനേജ്മെന്റും അധ്യാപകരും ചേർന്ന് സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് നടന്ന ചടങ്ങുകൾ പറവൂർ നഗരസഭാ കൗൺസിലർ ഡി രാജ്കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. പുതിയ വിദ്യാഭ്യാസ കലാലയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ ഒട്ടേറെ പ്രതീക്ഷയോടുകൂടിയാണ് അവർ വിദ്യാലയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതിനേക്കാളേറെ പ്രതീക്ഷയോടുകൂടിയാണ് രക്ഷകർത്താക്കൾ ഈ സ്കൂളിലേക്ക്, സ്ഥാപനത്തിലേക്ക്, വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് തങ്ങളുടെ കുട്ടികളെ കൊണ്ടുവരുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത, നാം ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒന്നാണ് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം. മറ്റെല്ലാ കാര്യങ്ങളിലും കോംപ്രമൈസുകൾ ഉണ്ടാകും. പണമുണ്ട് ഇല്ലെങ്കിലും സാമ്പത്തികമായ ക്ലേശങ്ങളുണ്ടെങ്കിലും മറ്റെന്തെല്ലാം ക്ലേശങ്ങളുണ്ടെങ്കിലും സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസത്തിൽ കോംപ്രമൈസും നടത്താൻ മലയാളി തയ്യാറുള്ള ഏറ്റവും നല്ല വിദ്യാഭ്യാസം തങ്ങളുടെ കുട്ടികൾക്ക് ലഭിക്കണം എന്നാണ് ഒരാഗ്രഹം. സ്കൂൾ മാനേജർ കെ ഗണേശൻ അധ്യക്ഷനായി. എല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുക, അതിനെ യൂട്ടിലൈസ്. നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വിദ്യാഭ്യാസം ഒരു സൈഡിൽ A+ മാത്രമായിരിക്കില്ല, ആകരുത് നമ്മളുടെ A+ വേണം, പക്ഷെ അത് മാത്രമായിരിക്കരുത്. A+ കിട്ടിയാലാണ് നമ്മുടെ ജീവിതം എന്നും വിചാരിക്കരുത്. കാരണം വിദ്യാഭ്യാസം ഒരു പാർട്ട് മാത്രമാണ്. ഒരുപക്ഷെ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു ടാൻ തീറ്റയെ പറ്റിയോ ഫാസ്റ്റ് തീറ്റയെ പറ്റിയോ ഒന്നും ആലോചിക്കുക പോലുമില്ല. ജീവിതത്തിൽ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും നമ്മുടെ പ്രായോഗിക തലത്തിൽ നമുക്ക് ആവശ്യമൊന്നും വരില്ല. എസ്പെഷ്യലി ഇന്നത്തെ മാറുന്ന സാഹചര്യത്തിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വഴക്ക വരുന്ന സാഹചര്യത്തിൽ ഒരുപാട് ചേഞ്ചസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്കായി നമ്മുടെ സ്കൂളുകൾ തയ്യാറപ്പെടുത്തുന്നു. പൂർവ്വ വിദ്യാർത്ഥികൾ, ഞങ്ങളുടെ കൂടെ പഠിച്ചവർ, മാഡത്തിൻ്റെ കൂടെ പഠിച്ചവരൊക്കെ നമ്മുടെ ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ റിവൈവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 4-ാം തീയതി ഇവിടെ ഒരു സംഗമം നടന്നിരുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ, പ്രഗത്ഭരായവരും ഒരുപാട് കഴിവുള്ളവരും. അപ്പോൾ അടുത്ത ആഴ്ചയിൽ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും അതിൻ്റെ പ്രയോജനത്തെക്കുറിച്ചും ആ രീതിക്കുള്ള പ്രായോഗിക തലത്തിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സ്പെഷ്യൽ ക്ലാസ് എടുക്കുവാൻ ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ സുഹൃത്ത് ജയേഷ് വരുന്നുണ്ട്. ഹെഡ് മിസ്ട്രസ് രമ ഗോപിനാഥ് സ്വാഗതം പറഞ്ഞു. 25 അധ്യയന വർഷത്തിലേക്ക് പുത്തൻ പ്രതീക്ഷകളുമായി നാം ഇന്ന് ചുവടുവെക്കുകയാണ്. കഴിഞ്ഞ 12 വർഷക്കാലമായി SLC പരീക്ഷയിൽ നാം 100% വിജയം കരസ്ഥമാക്കുന്നു. ഇനിയുള്ള വർഷങ്ങളിലും ഈ വിജയം നിലനിർത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ വിദ്യാർത്ഥികളും അധ്യാപകരും സർവോപരി രക്ഷകർത്താക്കളും ഒരേ മനസ്സോടെ പ്രവർത്തിക്കേണ്ടതാണ്. ഈ വർഷം രക്ഷകർത്താക്കൾക്കുള്ള ഒരു പരിശീലനം കൂടി സർക്കാർ വിഭാവനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ മീറ്റിങ്ങുകളിലും രക്ഷകർത്താക്കൾ നിർബന്ധമായി പങ്കെടുക്കേണ്ടതാണ്. PTA പ്രസിഡന്റ് കണ്ണൻ സുകുമാരൻ, മാതൃസംഘം കൺവീനർ വിജീഷ് ഐജു, മാനേജ്മെന്റ് പ്രതിനിധി G ചന്ദ്രശേഖർ, സ്റ്റാഫ് സെക്രട്ടറി M ഹേമലത, ആകാശ് ആഞ്ജനേയ എന്നിവർ സംസാരിച്ചു. രക്ഷാകർത്താക്കളുടെ ക്ലാസ് ഡോക്ടർ G ദേവരാജൻ നയിച്ചു. സ്കൂൾ തുറന്നതിൻ്റെ സന്തോഷം പങ്കുവച്ച് കുമാരി ശ്രീനന്ദന സിറ്റി വോയിസിനോട്. മാസം കൂട്ടുകാരെയൊന്നും കാണാണ്ട് വീട്ടില് ഭയങ്കര ബോറിംഗ് ഒക്കെ ആയിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോ സ്കൂൾ തുറന്ന് ഇവരൊക്കെ കാണാൻ പറ്റിയപ്പോ ഭയങ്കര സന്തോഷമുണ്ട്. സ്കൂൾ തുറന്നതിൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷം. CJ ജോയ്, സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.